ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2023 പുറത്തിറങ്ങിയ ഒരു ചൈനീസ് ഫാന്റസി ത്രില്ലർ മൂവി ആയിട്ടുള്ള ടെന്റക്കിൾസ് ഷാർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു വേറെ ലെവൽ ഫാന്റസി മൂവിയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ചൈനക്കാരന്മാരെ എന്തായാലും നമ്മൾ സമ്മതിച്ച് കൊടുത്തേ പറ്റൂ. അവരെ കൊണ്ട് മാത്രമേ നമ്മൾ പോലും ചിന്തിക്കാത്ത രീതിയിലുള്ള, ഇതുവരെ സ്വപ്നം പോലും കാണാൻ പറ്റാത്ത പല കാര്യങ്ങളും മൂവിയിലൂടെ കൊണ്ടുവരാൻ കഴിയത്തുള്ളൂ. അവരുടെ ആ ഒരു ഫാന്റസി ലോകത്തേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ പിന്നീട് എന്തായാലും കണ്ടിരുന്നു പോകും. അതുപോലെയാണ് ഓരോ മൂവികളും അവർ ചെയ്തു വെച്ചിട്ടുള്ളത്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന മൂവിയിലും അതുപോലെ തന്നെയാണ്. 3 തലയുള്ള ഷാർക്ക് സോംബി, ഇങ്ങനെ പല മൂവികളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു ഷാർക്കിനെ നീരാളിയുടെ കൈയും കാലെല്ലാം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതുമല്ലാതെ ഒരു ആഡംബര കപ്പൽ അത് അറ്റാക്ക് ചെയ്യാനും ശ്രമിക്കുന്നു. അതിനകത്ത് നമ്മുടെ ഹീറോയും അവന്റെ ഫാമിലിയും ഉണ്ട്. ഇതിൽ നിന്നെല്ലാം ഹീറോ തന്റെ ഫാമിലി എങ്ങനെ രക്ഷിക്കുന്നു, അവസാനം എന്ത് സംഭവിച്ചെന്ന് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സ്റ്റോറി പറയുന്ന ഒരു മൂവിയാണിത്. അപ്പോൾ സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതേപോലെ തന്നെ ഒരു ലൈക്കും. ഇത്രയും മതി, നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഈ മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ ചൈനയിലെ ഒരു മനോഹരമായിട്ടുള്ള കടൽ തീരമാണ് കാണിക്കുന്നത്. അവിടെ ഒരു അച്ഛൻ തന്റെ 2 മക്കള് അവരുമായിട്ട് സമയം ചെലവഴിക്കാനായിട്ട് അവർ കടൽ തീരത്തിരിക്കുമ്പോൾ ആ 2 കുട്ടികൾ വെറുതെ ഇരിക്കാതെ ഈ കടലിലേക്ക് കല്ലെല്ലാം ഇങ്ങനെ എടുത്ത് എറിയുന്നുണ്ട്. അപ്പോൾ തന്റെ കുട്ടികളെ ഒന്ന് ചെറുതായിട്ട് പേടിപ്പിക്കാന്നും പറഞ്ഞ് ആ ഒരു അച്ഛൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു അച്ഛൻ അവരോട് പറയും, മക്കളെ, നിങ്ങൾ ഒരു കാരണവശാലും കടലിലേക്ക് കല്ലൊന്നും എടുത്ത് എറിയരുത്, അതിനകത്ത് കൊടൂരമായിട്ടുള്ള മോൺസ്റ്ററുകളെല്ലാം ഉണ്ട് എന്നെല്ലാം പറയുമ്പോൾ ആ 2 കുട്ടികളാണെങ്കിൽ ഒട്ടും പേടിക്കാതെ, എന്താച്ചാ കടലിനകത്ത് മോൺസ്റ്ററുകളൊക്കെ ഉണ്ടെന്നാണോ പറയുന്നത്? വെറുതെ ഞങ്ങളെ പേടിപ്പിക്കരുത്, ഞങ്ങൾക്കറിയാം അങ്ങനെയൊന്നുമില്ലാന്ന്, ഇത്ര പ്രായമായിട്ടും അതൊന്നും അറിയത്തില്ലേ എന്നെല്ലാം പറഞ്ഞ് ആ ഒരു വെള്ളത്തിലേക്ക് കല്ലെടുത്ത് ഇങ്ങനെ എറിയുന്നതും പെട്ടെന്ന് ആ ഒരു സ്ഥലം മുഴുവനായിട്ട് ഇങ്ങനെ കുലുങ്ങാൻ തുടങ്ങാണ്. കാണിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു വലിയ നീരാളി വെള്ളത്തിൽ നിന്നും മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ ഈ ഒരു കുട്ടികൾ അത് കണ്ടിട്ട് ഇനി അച്ഛൻ പറഞ്ഞത് സത്യമാണോ എന്നുള്ള രീതിയിൽ നോക്കി ഇങ്ങനെ നിൽക്കുന്നതും അവരുടെ അച്ഛനാണെങ്കിലും പെട്ടെന്ന് അത് കണ്ട് കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടി ഓടി അടുത്തേക്ക് വരുന്നതും അതിന് മുന്നേ തന്നെ ആ ഒരു നീരാളി ഇവരുടെ മുകളിലേക്ക് വീണ് അവർ 3 പേര് അവിടെ വെച്ച് തീരാണ്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ആ ഒരു നീരാളി അവിടെ വീണ് മരിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടി 2 പേര് ആ ഒരു സ്ഥലത്തേക്ക് വരികയാണ്. അതിലൊരാളാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ, മറ്റൊന്ന് അവളുടെ ബോസ്. അങ്ങനെ ഇത്രയും വലിയൊരു നീരാളിയെ കണ്ടതും ഇത്രയും വലിയൊരു ജീവി ഈ കടലിൽ നിന്ന് എങ്ങനെ കരയിലേക്ക് വന്നു, അതിനെന്താ സംഭവിച്ചത്, അതിന്റെ ശരീരം ഈ ഒരു അവസ്ഥയിൽ എങ്ങനെയായി എന്നുള്ള കാര്യങ്ങളെല്ലാം പരിശോധിക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഹീറോയിനും വേറെ 2 സയന്റിസ്റ്റും കൂടി ചേർന്ന് ആ ഒരു നീരാളിയുടെ ശരീരഭാഗം കീറി അതിനുള്ളിലേക്ക് പോവാണ്. അകത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ ഒരുപാട് രക്തമുണ്ട്. അങ്ങനെ ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് 4 മുട്ടകൾ ഇങ്ങനെ ഇരിക്കുന്നു. അടുത്തേക്ക് ആ ഒരു മുട്ട എന്താണെന്ന് പരിശോധിക്കാൻ ചെന്ന് നോക്കുമ്പോൾ അത് 4ഉം വേസ്റ്റ് ആയിപ്പോയി. ഇനിയിപ്പോൾ വേറെ ഒന്നും ഇതിനകത്ത് നിന്ന് കിട്ടത്തില്ലേ എന്നും പറഞ്ഞിട്ട് ഇവരവിടെ എല്ലാം ഇങ്ങനെ നോക്കുന്ന സമയത്ത് അതിനകത്ത് നിന്ന് മറ്റൊരു ക്രീച്ചറിനെ കിട്ടുകയാണ്. അതിനെ കാണുമ്പോഴത്തേക്കാണ് ഇവർക്ക് മറ്റൊരു കാര്യം മനസ്സിലാവുന്നത്. അതിന്റെ തല ഷാർക്കിനെ പോലെ ഇരിക്കുന്നു, അതേപോലെ തന്നെ താഴോട്ടുള്ള ഭാഗമാണെങ്കിലോ ആ ഒരു നീരാളിയെ പോലെ ഇരിക്കുന്നു. അങ്ങനെ അതിലൊരാള് ഇതിന് ജീവനുണ്ടോ ഇല്ലേ എന്ന് അറിയാൻ വേണ്ടി അടുത്തേക്ക് ചെന്ന് ഇങ്ങനെ പരിശോധിക്കുമ്പോൾ അത് പെട്ടെന്ന് അനക്കം വെച്ചിട്ട് അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഇങ്ങനെ വരികയാണ്. ഇവരാണെങ്കിലും ആദ്യം അതിനകത്ത് കിടന്ന് ഇങ്ങനെ ഓടുന്നു, അതാണെങ്കിൽ ഇവരെ കടിക്കാനായിട്ട് പുറകെ തന്നെ വരുന്നുണ്ട്. ഒരവസരത്തിൽ ഇവർക്കിപ്പോ വന്ന വഴിയാണല്ലോ വെളിയിലേക്ക് പോകേണ്ടത്, അതുവഴി വെളിയിലേക്ക് എല്ലാവരും ഇറങ്ങി ഓടുന്നതും ആ ഒരു ജീവിയാണെങ്കിലും അതുവഴി വെളിയിലേക്ക് വരികയാണ്. അപ്പോൾ വെളിയിൽ വന്ന ആ ഒരു ക്രീച്ചർ ആണെങ്കിൽ വെളിയിലുള്ള എല്ലാവരെയും കടിച്ചു കൊല്ലാൻ തുടങ്ങാണ്. ഇത് കണ്ട ആ ഒരു ബോസിന് ഇതെന്താണ് സംഭവിക്കുന്നത് പോലും മനസ്സിലാവുന്നില്ല. അയാൾ അങ്ങനെ നോക്കി നിന്നിട്ട് ഒരു ഒറ്റ ഓട്ടം. അതേസമയം ഈ ഒരു ക്രീച്ചർ പുറകെ വന്ന് അയാളുടെ മുകളിലൂടെയെല്ലാം പറന്നുപോയി ഓരോരുത്തരെ കടിച്ചിങ്ങനെ കൊല്ലുന്നു. എന്നിട്ട് അതിലൊരാളെ കടിച്ചു പിടിച്ച് അങ്ങനെ പെട്ടെന്ന് താഴേക്ക് വീഴുന്നതും അതിന് ജീവനുണ്ടോ ഇല്ലയെന്ന് അറിയത്തില്ല, ഇനി മയങ്ങിപ്പോയതാണോ ഇല്ലയെന്ന് അറിയത്തില്ല. അങ്ങനെ ഹീറോയിൻ ആണെങ്കിലും അതിനടുത്തേക്ക് വന്ന് അതിനെ തൊട്ട് നോക്കുമ്പോഴത്തേക്കാണ് മനസ്സിലാവുന്നത് ആ ഒരു ക്രിയേച്ചർ ചത്തുപോയി. അങ്ങനെ ഈ ഒരു കാര്യം തന്റെ ബോസിനോട് പറയുമ്പോൾ ഇത്രയും പേര് മരിച്ചതുകൊണ്ടല്ല ആ ഒരു ബോസിന് വിഷമം, ആ ഒരു ജീവി ചത്തുപോയത് കൊണ്ടാണ്. കാരണം അതിനെ വെച്ച് എന്തൊക്കെയോ റിസർച്ച് നടത്താൻ വേണ്ടിയിട്ടാണ് അയാൾ തീരുമാനിച്ചിരുന്നത്. അതിപ്പോൾ കഴിയത്തില്ല എന്നും പറഞ്ഞിട്ട് എന്തൊരു ബോസാണല്ലേ. അതേസമയം നമ്മുടെ ഹീറോയിൻ പെട്ടെന്ന് ആ ഒരു ബോസിനെ വിളിച്ചിട്ടാണ് പറയുന്നത് ഇതിന്റെ വയറ്റില് ഏതൊരു മുട്ടയുണ്ട് എന്നുള്ള കാര്യം പറയുന്നതും ആ ഒരു ബോസിന് ഇപ്പോൾ കുറച്ചുകൂടി സന്തോഷമായി. അതുകൊണ്ട് തന്നെ അതിന്റെ വയറ്റിലുള്ള ആ ഒരു മുട്ടയെടുത്ത് ആ ഒരു ബോസ് ഇപ്പോൾ റിസർച്ച് ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോൾ ഇത് കാണുന്നത് നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട്, ബോസ്, ഈ ഒരു കാര്യം ഒരിക്കലും ശരിയല്ല, നിങ്ങൾ ഇതിനെ ഇപ്പോൾ തന്നെ വെറുതെ വിടണം, ഇതെന്ത് ക്രീച്ചറാണെന്ന് പോലും നമുക്കറിയത്തില്ല, അതുകൊണ്ട് ഇത് വെറുതെ വിടണം, ഇല്ലെങ്കിൽ എല്ലാവർക്കും ആപത്താണെന്ന് പറയുമ്പോൾ നീ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് ഒരു പുതിയ കാര്യമാണ്, ഈ ഒരു കാര്യം നമ്മൾ മറ്റുള്ളവരെ അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തുമാത്രം പ്രശസ്തി കിട്ടുമെന്നറിയോ, അതെന്താണെന്ന് പോലും നിനക്കറിയത്തില്ല, എന്നിട്ടാണോ നീ ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നെല്ലാം ചോദിക്കുമ്പോൾ ഹീറോയിൻ അതിനൊരിക്കലും സമ്മതിക്കുന്നില്ല. അപ്പോൾ ആ ഒരു ബോസ് ഹീറോയിനെ വിളിച്ചിട്ട് പറയും, നിന്റെ മകനാണെങ്കിൽ അസുഖമാണെന്ന് എനിക്കറിയാം, അവനുള്ള ചികിത്സാ ചെലവ് ഞാൻ നോക്കാം, നീ ചെയ്യേണ്ടത് ഇത്ര മാത്രം, ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടി എന്നെ സഹായിച്ചാൽ മാത്രം മതി എന്ന് പറയുമ്പോൾ ഹീറോയിൻ ഒരിക്കലും അതിന് സമ്മതിക്കുന്നില്ല.
അവൾ പറയുന്നത് വേറെ ഒന്നുമല്ല, തന്റെ മകൻ അവൾക്ക് പ്രധാനം തന്നെയാണ്. എന്നിരുന്നാലും എന്താണെന്ന് പോലും അറിയാത്ത ഈ ഒരു ജീവിയെ വെച്ച് ഈ ഒരു ലോകത്ത് വലിയൊരു അപകടം വരുത്താനായിട്ട് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്നും പറഞ്ഞിട്ട് ഹീറോയിൻ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കാണ് മനസ്സിലാവുന്നത് ഹീറോയിന്റെ മകനെ എന്ത് അസുഖമാണെന്ന് പോലും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങളെല്ലാം ആലോചിച്ച് തന്റെ മകന്റെ അടുത്ത് വന്നിരുന്ന് നല്ലതുപോലെ ഇങ്ങനെ കരയുന്നതും പെട്ടെന്ന് ആരോ ഹീറോയിന്റെ പുറകിലൂടെ വന്ന് അവളെ മയക്കി അവിടെ നിന്ന് കൊണ്ടുപോവാണ്. അങ്ങനെ കുറെ കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ കണ്ണു തുറക്കുമ്പോൾ ഇപ്പോൾ അവളുള്ളത് ഒരു ആഡംബര കപ്പലിലാണ്. ആ ഒരു കപ്പലിനകത്ത് ഒരു പ്രത്യേക ലാബുണ്ട്. അതിനകത്താണ് ഹീറോയിൻ ഇപ്പോൾ കണ്ണു തുറക്കുന്നത്. അതുമല്ല ആ ഒരു സമയത്ത് അതിനകത്തേക്ക് ആ ഒരു ബോസ് വന്നിട്ട് ഇതിനകത്താണെങ്കിൽ ഇവർ നേരത്തെ കൊണ്ടുവന്ന ഒരു സ്രാവിന്റെ മുട്ടയുണ്ട്. ഇതും കൂടി കാണുന്നതും ഹീറോയിൻ പറയും, സാർ നിങ്ങൾ ഇപ്പൊ എന്താണ് ചെയ്യുന്നതെന്നറിയോ, ഇത് വലിയ ആപത്താണ് എന്നെല്ലാം പറയുന്ന സമയത്ത് ആ ഒരു ബോസ് പറയും, ഏയ് നിൽക്ക്, ഞാൻ ഒരു കാര്യം പറയാം. നിനക്ക് വേണ്ടിയിട്ട് ഒരു നല്ല കാര്യം ഞാൻ പറയാൻ പോവാണ്. അതെന്താണെന്ന് കേൾക്കുക. നിന്റെ മകന്റെ അസുഖം എന്താണെന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. അത് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതില്ലാതാക്കാനുള്ള ആ ഒരു മരുന്ന് നമ്മൾ കണ്ടുപിടിച്ച ഈ ഒരു ക്രീച്ചറില്ലേ അതിന്റെ തലയ്ക്കുള്ളിലേ എന്താണെന്ന് വെച്ചാലേ ആ ഒരു നീരാളിയും ഷാർക്കും കൂടി ചേർന്നിട്ട് ആ ഒരു ജീവിയില്ലേ അതിന്റെ തലയ്ക്കുള്ളിലേ അതിന് വേണ്ടിയിട്ടുള്ള എന്തോ ഒന്ന് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആ ഒരു ഫ്ലൂയിഡ് എടുത്തു കഴിഞ്ഞാൽ നിന്റെ മകന്റെ അസുഖം നമുക്ക് ഇല്ലാതാക്കാൻ കഴിയും. അതുമല്ല അത് കൂടുതലായിട്ട് എടുത്ത് നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ ഒരുപാട് പണം നമുക്ക് സമ്പാദിക്കാൻ കഴിയും. കാശ് കിട്ടുന്നതല്ലല്ലോ ഇപ്പോൾ പ്രധാനം, അതിൽ കൂടുതൽ ഇതുപോലെ അസുഖം ബാധിച്ച ഒരുപാട് ജനങ്ങളെ നമുക്ക് രക്ഷിക്കാൻ കഴിയും. അതുകൊണ്ട് നീ അത് മനസ്സിലാക്കിയേ പറ്റൂ. ഇത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു നല്ല ചാൻസ് ആണ്. അതുകൊണ്ട് നിന്റെ സഹായം മാത്രം എനിക്ക് മതി. ഇനി നീ ആലോചിച്ചോ, നിന്റെ മകന്റെ ജീവനാണോ നിനക്ക് പ്രധാനം അതോ നിന്റെ വാശിയാണോ എന്ന് പറയുന്നത്. നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ ആ ഒരു കാര്യം ആലോചിക്കാൻ തുടങ്ങാതെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഈ ഒരു മരുന്ന് അവളുടെ മകന് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ കൂടി കഴിഞ്ഞിട്ട് അവൻ എന്തായാലും മരിക്കും. അങ്ങനെ വേറെ വഴിയില്ലാതെ ഹീറോയിൻ എന്തായാലും അതിനുവേണ്ടി സമ്മതിക്കുകയാണ്. അത് കഴിഞ്ഞ് ഹീറോയിനും വേറെ 2 സയന്റിസ്റ്റുകളും വന്നിട്ട് ഈ ഒരു നീരാളിയുടെ തലയിലിരിക്കുന്ന ആ ഒരു ഫ്ലൂയിഡ് ഉണ്ടല്ലോ അതെടുക്കാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുന്നു. അപ്പോൾ ഇത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ളൊരു ജോലിയാണ്. അതുമല്ല ഇവരെങ്ങനെയെങ്കിലും അതിന്റെ തലയിൽ നിന്നും ആ ഒരു ഫ്ലൂയിഡ് അങ്ങനെ എടുത്തിട്ട് ഈ ഒരു കാര്യം നമ്മുടെ ബോസിനും കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അപ്പോൾ അടുത്തതായിട്ട് ഇനി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ക്രീച്ചറിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം. നശിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ വളർന്ന് ഇവർക്ക് ആപത്തായിട്ട് മാറും. അതിനുവേണ്ടി ഹീറോയിൻ വേറെ എന്തോ ഒരു മരുന്ന് കൊണ്ടുവന്നിട്ട് അതാ ഒരു സയന്റിസ്റ്റിന്റെ കയ്യിൽ കൊടുത്ത് അതിന്റെ ദേഹത്ത് കുത്തിവെക്കാൻ ഇങ്ങനെ ശ്രമിക്കുകയാണ്. അതേസമയം ഇത് പെട്ടെന്ന് കണ്ണു തുറന്ന് ആ ഒരു സയന്റിസ്റ്റിന്റെ കൈ പിടിച്ചിട്ട് അയാളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. അങ്ങനെ അയാൾ ഒരു വിധത്തില് അതിന്റെ പിടിയും വിട്ട് നേരെ പുറകിലേക്ക് വന്ന് നിൽക്കുമ്പോൾ അതിനെ ഒരു വലിയ കണ്ണാടി കൂടിനകത്താണ് അടച്ചിട്ടിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ അത് വളരാനും തുടങ്ങുന്നു. എന്നിട്ട് ആ ഒരു കൂടും പൊട്ടിച്ച് വെളിയിലേക്ക് വന്ന് ആ 2 സയന്റിസ്റ്റുകളുണ്ടല്ലോ അതിന്റെ ആ ഒരു കാലുകൾ വെച്ചിട്ട് അവരെ രണ്ടുപേരെയും പിടിച്ച് അവിടെ വെച്ച് കൊല്ലുകയും ചെയ്യാണ്. എന്നിട്ട് ഹീറോയിന്റെ നേരെ ഇങ്ങനെ വരുമ്പോൾ ഹീറോയിൻ ഓടി വന്ന് ആ ഒരു റൂമിന്റെ ഡോർ അങ്ങ് അടയ്ക്കുന്നതും ഇപ്പോഴാണ് അതിനെ നല്ലതുപോലെ കാണിക്കുന്നത്. വലിയ നീരാളികളുടെ കൈയും അതേപോലെ തന്നെ ഷാർക്കിന്റെ തലയും വെച്ചുകൊണ്ട് ഒരു കൊടൂര ക്രിയേച്ചറാണിത്. അതുമല്ല നേരത്തെ കണ്ട ആ ഒരു ക്രിയേച്ചർ ഉണ്ടല്ലോ അതുപോലെയല്ല, അതിലും കൊടൂരമായിട്ടുള്ള വലുത്. അങ്ങനെ ഈ ഒരു കാര്യം തന്റെ ബോസിനോട് പറയാമെന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ അങ്ങനെ ഓടിപ്പോകുന്ന സമയത്താണ് ഈ ഒരു ആഡംബര കപ്പലിന്റെ വെളിയിൽ കാണിക്കുമ്പോൾ ഇപ്പോൾ ഒരുപാട് പോലീസുകാരെ ആരും അറിയാതെ സീക്രട്ടായിട്ട് ഇതിന് മുകളിലേക്ക് ഇങ്ങനെ കയറുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോസ് അവനാണ് ഈ ഒരു മൂവിയിലെ വില്ലൻ. അവൻ ഇല്ലീഗലായിട്ട് ഒരുപാട് റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അത് ഗവൺമെന്റ് മനസ്സിലാക്കി അവൻ തടയാൻ വേണ്ടിയിട്ട് പോലീസിനെ ഇവിടേക്ക് പറഞ്ഞു വിട്ടിരിക്കുകയാണ്. അങ്ങനെ ഇവിടേക്ക് വന്നിരിക്കുന്ന ആ ഒരു പോലീസിന്റെ കൂടെയുള്ളതാണ് നമ്മുടെ ഈ മൂവിലെ ഹീറോ. അതുകൊണ്ട് കൊണ്ടുവന്ന എല്ലാവരെയും ഒരിടത്തേക്ക് നിർത്തിയിട്ട് ശരി ഞങ്ങൾ പോയിട്ട് അവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരാം എന്നും പറഞ്ഞ് ബാക്കിയുള്ളവരെ അവിടെ നിർത്തി അകത്തേക്ക് പോകുന്നതും നമ്മുടെ വില്ലനെ കാണിക്കുമ്പോഴത്തേക്കാണ് വില്ലൻ ഇപ്പോൾ ഒരു പാർട്ടി ഹാളിലാണ് നിൽക്കുന്നത്. അതുമല്ലാതെ അവിടെയാണെങ്കിൽ ഒരുപാട് ബിസിനസ്മാൻമാരെല്ലാം വന്നിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ വേറെ ഒന്നിനുമല്ല, ഇവനീ നടത്തുന്ന റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഇൻവെസ്റ്റ് ഒക്കെ ചെയ്യണമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള ആളുകളും കൂടിയാണ് അവർ. അങ്ങനെ എല്ലാവരെയും മുന്നിലേക്ക് നിർത്തിയിട്ട് നമ്മുടെ വില്ലൻ ഇപ്പോൾ പറയാണ്, ഞാനിപ്പോൾ പുതിയൊരു കാര്യം കണ്ടുപിടിക്കാൻ പോവാണ്. അത് വെച്ചിട്ട് മനുഷ്യന്റെ രാശി തന്നെ നമുക്ക് മാറ്റാൻ കഴിയും എന്നെല്ലാം പറഞ്ഞിട്ട് ഇവ കണ്ടുപിടിക്കാൻ പോകുന്ന ആ ഒരു കാര്യത്തെ പറ്റി ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ പറയുന്നതും ഇവിടെ വെളിയിൽ കാണിക്കുമ്പോൾ ഒരു പെണ്ണ് ഒരുപാട് കുടിച്ചിട്ട് ആ കപ്പലിന് വെളിയിലേക്ക് ഇങ്ങനെ വോമിറ്റ് ചെയ്യാണ്. എന്നിട്ട് താഴേക്ക് നോക്കുന്ന സമയത്താണ് ആ ഒരു ക്രീച്ചർ ഉണ്ടല്ലോ അതിപ്പോ കപ്പലിന്റെ ആ ഒരു വശത്തുകൂടി മുകളിലേക്ക് ഇങ്ങനെ കയറി വരുന്നു. വേറെ ഒന്നുമല്ല, ആ ഒരു ലാവിൽ നിന്ന് രക്ഷപ്പെട്ട് കടലിലേക്ക് പോകാമെന്നും പറഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങുന്ന സമയത്താണ് ഈ ഒരു പെണ്ണിനെ കാണുന്നത്. എന്തായാലും പോകുന്ന വഴിക്ക് ഒരു കമ്പുമുട്ടയെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല കാര്യമല്ലേ എന്നും പറഞ്ഞ് ആ ഒരു പെണ്ണിനെ തൂക്കിയെടുത്ത് അവളെയും തിന്നുകൊണ്ടാണ് പോകുന്നത്. അതേസമയം നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോൾ ഹീറോ ഇപ്പോൾ നേരെ ആ ഒരു പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് വന്നു. എന്നിട്ട് ആ ഒരു വില്ലനെ കണ്ട് അവനെ അറസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ് പോകാനായിട്ട് വരുമ്പോൾ പെട്ടെന്ന് ഒരാളെ കണ്ട് ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കാണ്. അത് വേറെ ആരുമല്ല, നമ്മുടെ ഹീറോയിൻ. വേറെ ഒന്നും കണ്ടല്ല, ഇവർ രണ്ടുപേരും ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ പ്രണയത്തിലായിരുന്നു. എന്തോ ഒരു കാരണം കൊണ്ട് രണ്ടുപേരും ബ്രേക്കപ്പായി. അത് കണ്ടാണ് ഹീറോ ഇപ്പോൾ അവളെ നോക്കി ഇങ്ങനെ ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. അതേസമയം നമ്മുടെ ഹീറോയിൻ ആണെങ്കിലോ ഓടി വില്ലന്റെ അടുത്തേക്ക് വന്ന് അവരോട് നടന്ന കാര്യങ്ങളൊക്കെ പറയാണ്. നമ്മൾ റിസർച്ച് നടത്തിക്കൊണ്ടിരുന്ന ആ ഒരു ക്രിയേച്ചർ അതിപ്പോ വലുതായി
ആ ഒരു കൂട്ടിൽ നിന്ന് വെളിയിലേക്ക് വന്ന് വളരെ വലുതായിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും പെട്ടെന്നാണ് അത് വളർന്നുകൊണ്ടിരിക്കുന്നത്. അതുമല്ല അതിന് കരയിലും ശ്വസിക്കാനായിട്ട് കഴിയും. ഞാനതിനെ ആ ഒരു ലാബിൽ അടച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ അത്രയും കാര്യങ്ങൾ അവള് പേടിച്ചിട്ട് ഇങ്ങനെ പറയുമ്പോൾ വില്ലൻ അതൊന്നും കാര്യമാക്കുന്നില്ല. ഏയ് ഇതെല്ലാം ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചതാണ്, നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുമെന്ന് എന്ന് പറഞ്ഞിട്ട് വില്ലൻ ഒരു കാര്യമാക്കാതെ അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ ഇതൊന്നും അറിയാതെ എല്ലാവരും ആ ഒരു ക്രിയേച്ചറിന് ഇനി ആഹാരമാവാൻ പോവാണ് എന്നുപോലും അറിയാതെ ഒരുപാട് പേരും അതിനകത്ത് കിടന്ന് ഡാൻസും ബഹളവും. അതേസമയം നമ്മുടെ ഹീറോ ആണെങ്കിലും ഓക്കെ ഇനി തൻ്റെ ടീമിനെ വിളിച്ച് വില്ലനെ അറസ്റ്റ് ചെയ്യാനായിട്ട് വരുന്ന ആ ഒരു സമയത്ത് കാണിക്കുമ്പോൾ ആഹാ ആ ഒരു ക്രിയേച്ചർ ഇപ്പോൾ ഈ ഒരു ഡാൻസ് നടക്കുന്ന ഈ ഒരു ഹാളിലേക്ക് വന്നു. എന്നിട്ട് അതിൻ്റെ ആ ഒരു കൈയും കാലെല്ലാം വെച്ച് ഓരോരുത്തരായിട്ട് പിടിച്ചുകൊണ്ട് പോവാണ്. അതുമല്ലാതെ നല്ല രീതിയിൽ മ്യൂസിക് കേൾക്കുന്നത് കൊണ്ട് തന്നെ ബാക്കി ആർക്കും വലിയ രീതിയിൽ ഈ ഒരു കാര്യമൊന്നും അറിയുന്നില്ല. ഓരോരുത്തരെയായിട്ട് അവരുടെ ഇടയിൽ നിന്നും വലിച്ചെടുത്തുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. അതേസമയം നമ്മുടെ ഹീറോയിൻ നോക്കുമ്പോൾ ഇതിൻ്റെ കൈയും കാലെല്ലാം കാണുന്നുണ്ട്. അതുകൊണ്ട് ഹീറോയിൻ ഓടിച്ചെന്നിട്ട് ആ ഒരു DJ ഉണ്ടല്ലോ അവൻ്റെ അടുത്തേക്ക് ചെന്ന് മൈക്ക് വാങ്ങി എല്ലാവരോടും പെട്ടെന്ന് പറയും, പ്ലീസ് എല്ലാവരും രക്ഷപ്പെട്ട് എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കണം, സേഫായിട്ടൊരു സ്ഥലത്തേക്ക് പോ, കാരണം ഇതിനകത്ത് ഒരു വലിയ മോൺസ്റ്റർ വന്നിട്ടുണ്ട് എന്നിങ്ങനെ പറയുന്നതും ഇത് കേൾക്കുന്ന എല്ലാവരും അവളെ കളിയാക്കി ചിരിക്കുകയാണ്. ആവശ്യമില്ലാതെ ഓരോന്ന് പറയാതെ അവിടെ നിന്ന് മാറിപ്പോ സ്ത്രീ എന്നെല്ലാം പറഞ്ഞിട്ട് എല്ലാവരും കളിയാക്കാൻ തുടങ്ങുമ്പോൾ അങ്ങനെ കാണിക്കുമ്പോൾ അവരുടെ പുറകിലായിട്ട് ഇപ്പോൾ ആ ഒരു മോൺസ്റ്റർ വന്ന് നിൽക്കുന്നതും ഇപ്പോൾ എല്ലാവർക്കും വിശ്വാസമായി. ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കില്ല. എല്ലാവരും പേടിച്ച് കണ്ണു തള്ളി ഇങ്ങനെ നോക്കി നിൽക്കുന്നതും ഹീറോയിൻ പറഞ്ഞ സമയത്ത് തന്നെ പോയാൽ മതിയായിരുന്നു. അതേസമയം ആ ഒരു DJ ഉണ്ടല്ലോ അവനിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അവൻ്റെ തല പതിയെ അത് കടിച്ചങ്ങ് എടുക്കുകയാണ്. അത്രയേ ഉള്ളൂ. ഇനി അത് എല്ലാവരും അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. പല രീതിയിൽ എല്ലാവരും പിടിച്ചുകൊണ്ട് പോവാണ്. അതേസമയം നമ്മുടെ ഹീറോയിൻ ടീമും ആ ഒരു വില്ലനെ പിടിച്ചിട്ട് അവരിപ്പോൾ ഒരു കിച്ചണിലേക്ക് വന്ന് സേഫായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതുപോലെ അകത്ത് വന്ന് ഇവർക്കാണെങ്കിൽ ഈ ഒരു മോൺസ്റ്ററിനെ പറ്റി വലിയ രീതിയിലൊന്നും അറിയത്തില്ലല്ലോ. അതുകൊണ്ട് അവരിങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ പറയും, ഇതേപോലെ ഞങ്ങൾ റിസർച്ചിന് വേണ്ടി കൊണ്ടുവന്ന ഒരു ജീവിയാണിത്, അതാണ് ഇത്ര വേഗത്തിൽ വളർന്ന് ഒരു മോൺസ്റ്ററായിട്ട് മാറിയത്. അതിനെല്ലാം കാരണം ദേ ഇവനാണെന്നും പറഞ്ഞ് വില്ലനെ കാണിക്കുമ്പോൾ വില്ലൻ പറയും, അതെ ഞാൻ തന്നെയാണ് ഇതെല്ലാം ചെയ്തത് എന്നും പറഞ്ഞിട്ട് അവൻ മറ്റൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മോൺസ്റ്ററിന്റെ ശരീരത്തിൽ നിന്നും ഒരു സിറ വരെ എടുത്തല്ലോ, അത് കഴിഞ്ഞ് അതിനെ കൊല്ലാനായിട്ട് ഇവൻ ഒരു കാര്യം കൊടുത്തിരുന്നു. പക്ഷേ ആ ഒരു മരുന്ന് അതിനെ കൊല്ലാനായിട്ടുള്ള മരുന്നല്ലായിരുന്നു, പകരം ഒരു ഷാർക്കിന്റെ ശരീരത്തിൽ നിന്ന് എടുത്ത ഒരു പ്രത്യേക മരുന്നായിരുന്നു. അത് ഈ ഒരു ജീവിയുടെ ശരീരത്തിൽ കുത്തിവെച്ച് കഴിഞ്ഞാൽ അത് വളരെ വേഗത്തിൽ തന്നെ വളർന്നു വരും. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ക്രീച്ചറും ഇപ്പോൾ ഇത്രയും വലുതായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് വലുതായി കഴിഞ്ഞാൽ അതിൻ്റെ തലയിൽ നിന്നും ഇവൻ നേരത്തെ എടുത്തതുപോലെ ഒരുപാട് മരുന്നെടുക്കാം. അങ്ങനെ എടുത്തു കഴിഞ്ഞ് അത് വിൽക്കുമ്പോൾ ഇവൻ ഒരുപാട് പണം കിട്ടും. അതിനുവേണ്ടി മാത്രമാണ് ഇവൻ ഇങ്ങനെയെല്ലാം ചെയ്തത്. അങ്ങനെ ഈ ഒരു കാര്യം അറിയുന്നത് നമ്മുടെ ഹീറോ എന്താ ചെയ്യുന്നത് വെച്ചാൽ വില്ലനെ നല്ലതുപോലെ താറയിലിട്ട് ഇടിക്കും. അങ്ങനെ ഇതെല്ലാം കണ്ട് ഹീറോയുടെ കൂടെയുള്ള രണ്ടുപേര് ആ ഒരു ഡോറിനടുത്ത് നിൽക്കുമ്പോൾ ആ ഒരു നീരാളിയുടെ കൈ പതിയെ ഉള്ളിലേക്ക് വന്നിട്ട് അതിലൊരുത്തനെ പിടിച്ച് അങ്ങനെ അറ്റാക്ക് ചെയ്യുന്നു. കാരണം വേറെ ഒന്നുമല്ല, ഒരു നീരാളിക്ക് ഏത് ചെറിയ ഗ്യാപ്പിലൂടെ വേണമെങ്കിലും അതിൻ്റെ ശരീരം കൊണ്ടുപോകാൻ കഴിയും. അതുകൊണ്ട് എവിടെ ഒളിച്ചിട്ടും ഒരു കാര്യമില്ല. അങ്ങനെ ഇത് കാണുന്നതും കിച്ചണിലുള്ള എല്ലാവരും പല വഴിക്ക് ഇങ്ങനെ ഓടാൻ തുടങ്ങുന്നു. അതുമല്ല ഇനിയിപ്പോൾ ഒരുമിച്ച് പോയി കഴിഞ്ഞിട്ട് കാര്യമില്ല, എങ്ങനെയാലും രക്ഷപ്പെട്ടേ പറ്റൂ. അതുകൊണ്ട് അതിനെ ഷൂട്ട് ചെയ്തുകൊണ്ട് ഇവർ പുറകിലോട്ട് ഇങ്ങനെ ഓടാണ്. ഇപ്പോൾ എല്ലാവരും പല വഴിക്കായിട്ട് ഓടാൻ തുടങ്ങി. ഹീറോയിനും ഒരു റൂമിൽ പോയിട്ട് ഇങ്ങനെ ഒളിച്ചിരിക്കുന്നു. ബാക്കിയുള്ളവരെല്ലാം ഇപ്പോൾ പല വഴിക്കായിട്ട് പോയിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഹീറോയിൻ ഒരു കാര്യം പറയുന്നത്, അതിനെ കൊല്ലാനായിട്ടുള്ള യഥാർത്ഥ ആ ഒരു മരുന്നുണ്ടല്ലോ അതിപ്പോഴും ലാബിൽ തന്നെ ഇരിപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഒരു മരുന്ന് എടുത്തു കഴിഞ്ഞാൽ ഇതിനെ കൊല്ലാൻ കഴിയും, അത് നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും പതിയെ ലാബിലേക്കാണ് പോകുന്നത്. പക്ഷെ ഇവർക്ക് അത് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും, കാരണം ഇവർ പോകുന്ന വഴിക്ക് തന്നെയാണ് ആ ഒരു മോൺസ്റ്റർ ഉള്ളത്. അതുമല്ല ഇത് നിമിഷത്തിന് നിമിഷം വലുതായിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് അതിന് ഒരുപാട് ആഹാരം വേണം. അതുകൊണ്ടാണ് എല്ലാവരെയും കൊന്നിങ്ങനെ തിന്നുന്നത്. അതുകൊണ്ട് ഹീറോയിൻ അത് മനസ്സിലാക്കി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിനിപ്പോൾ വഴിമാറ്റി വിടണമല്ലോ. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരുപാട് മീനുകളെല്ലാം ഉണ്ട്. മറ്റൊരു വഴിക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു ഷാർക്ക് നീരാളി അവിടേക്ക് പോകുന്ന സമയത്ത് ആ ഒരു ഗ്യാപ്പിൽ ഇവർ രണ്ടുപേരും മുട്ടിലിഴഞ്ഞ് പതിയെ ആ ഒരു ഷാർക്കിന്റെ പുറകിലൂടെ ഇങ്ങനെ പോവാണ്. എന്നിട്ട് പെട്ടെന്ന് ഒരു കണ്ണാടി പീസിലേക്ക് കൈ വെക്കുന്നതും ആഹാ ഈ ഒരു ശബ്ദം അത് എന്തായാലും കേട്ടു. അതുമല്ല അവളുടെ കൈ മുറിഞ്ഞത് കൊണ്ട് ഈ ഒരു ഷാർക്കിന്റെ തലയുള്ളത് കൊണ്ടും അത് പെട്ടെന്ന് സ്മെല്ല് ചെയ്ത് അവിടേക്ക് വരും. പക്ഷെ അതിന് മുന്നേ തന്നെ ഹീറോയിൻ ശബ്ദം ഉണ്ടാക്കാതെ അവളുടെ കൈയെല്ലാം വെച്ച് കെട്ടിയിട്ട് എന്നിട്ട് പതിയെ ശബ്ദം ഉണ്ടാക്കാതെ ആ ഒരു റൂമിൽ നിന്നും അടുത്ത റൂമിലേക്ക് പോവാണ്. അതേസമയം നമ്മുടെ വില്ലനെ കൂട്ടിക്കൊണ്ടൊരു ടീം പോയിരുന്നല്ലോ, അവരൊരു റൂമിൽ നിൽക്കുമ്പോൾ ഇതിൻ്റെ ആ ഒരു കൈയും കാലും അവരുടെ അടുത്തേക്ക് വന്ന് അവരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നു. അതിലൊരു ലേഡി ഉണ്ട്, അവളാണെങ്കിൽ ഒരു വാളെല്ലാം കയ്യിൽ വെച്ചിട്ടുണ്ട്. അതെല്ലാം വെച്ച് വേറെ ലെവലിൽ ആ ഒരു മോൺസ്റ്ററിനോട് അവൾ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒരുപാട് പേരെ രക്ഷിക്കാനും ശ്രമിക്കുന്നുണ്ട്. അതുമല്ലാതെ ഈ ഒരു ഗ്യാപ്പിൽ നമ്മുടെ വില്ലനാണെങ്കിലും അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് അടുത്തായിട്ട് സേഫ് ആയിട്ടുള്ള സ്ഥലം എവിടെയാണുള്ളത്, ക്യാപ്റ്റന്റെ റൂം, അവിടേക്ക് ചെല്ലാണ്. അതുമല്ല അവിടെ ചെന്നിട്ട് ആ ഒരു റൂമിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഹീറോയിന്റെ മകനെ അവിടെയാണ് അടച്ചിട്ടിരിക്കുന്നത്. അപ്പോഴേക്കാണ് അവന് പെട്ടെന്ന് ഒരു ഐഡിയ തോന്നി. ആ ഒരു മൈക്കിലൂടെ
ഈ ഒരു കപ്പലിൽ എല്ലാവർക്കും കേൾക്കാൻ കഴിയും. അതുകൊണ്ട് ഇപ്പോൾ വില്ലൻ പറയും, നിനക്ക് ഞാനിപ്പോൾ നല്ലൊരു ഓഫർ തരാം. വേറെ ഒന്നുമല്ല, നിന്റെ മകൻ ഇപ്പോൾ എൻ്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം നീ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിന്റെ മകനെ എന്തായാലും ഞാൻ കൊല്ലും. ഓക്കെ, അത് വേണ്ടാന്നുണ്ടെങ്കിൽ നീ എന്താ ചെയ്യേണ്ടത്? ആ ഒരു മോൺസ്റ്റർ അല്ലേ നീ പറയുന്ന ആ ഒരു വലിയ മോൺസ്റ്റർ, അതിൻ്റെ തലയിൽ നിന്നും എനിക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു ഫ്ലൂയിഡ് അത് നീ എടുത്തുകൊണ്ട് വരണം എന്നിങ്ങനെ പറയുന്നതും ഇപ്പോൾ നമ്മുടെ ഹീറോയിന് വേറെ വഴിയില്ല. തൻ്റെ മകനെ രക്ഷിക്കാൻ വേണ്ടി അത് ചെയ്തേ പറ്റൂ. അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ ഹീറോ പറയും, ഏയ് നീ ഇപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത്? അത്രയും വലിയൊരു മോൺസ്റ്ററിൽ നിന്നും നീ അതെങ്ങനെ എടുക്കും? ഹീറോയിൻ പറയും, ഇല്ല ഒരിക്കലുമില്ല, സിയോലോങ് അവനെ ആ ഒരു വില്ലൻ്റെ കയ്യിൽ നിന്നും എനിക്ക് രക്ഷപ്പെടുത്തിയേ പറ്റൂ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കാണ് ആ ഒരു പേര് കേൾക്കുമ്പോൾ ഹീറോ പെട്ടെന്ന്, അങ്ങനെയാണെങ്കിലേ അവൻ എൻ്റെ മകനാണോ എന്ന് ചോദിക്കുന്നതും സത്യത്തിൽ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും ബ്രേക്കപ്പ് ആവുന്നതിന് മുന്നേ ഹീറോയിൻ പ്രഗ്നൻ്റ് ആയിരുന്നു. അതിലുണ്ടായ കുട്ടിയാണത്. അപ്പോൾ ആ ഒരു കുട്ടി ജനിക്കുന്നതിന് മുന്നേ തന്നെ ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടൊരു പേരാണ്. ആ ഒരു പേര് കേൾക്കുന്നത് കൊണ്ടാണ് ഹീറോയ്ക്ക് ഇപ്പോൾ മനസ്സിലായത് തൻ്റെ മകനാണതെന്ന്. അപ്പോൾ തൻ്റെ മകനാണെന്നും കൂടി അറിയുന്നതും ഹീറോ പെട്ടെന്ന് നല്ല രീതിയിൽ വിഷമിക്കാൻ തുടങ്ങും. എന്നിട്ട് ശരി, എൻ്റെ മകനെ രക്ഷിക്കാൻ വേണ്ടി ഞാനും നിന്നോടൊപ്പം വരാമെന്നും പറഞ്ഞ് ആ ഒരു മോൺസ്റ്ററിൻ്റെ തലയിൽ നിന്ന് ആ ഒരു ഫ്ലൂയിഡ് എടുക്കണമല്ലോ. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് അതിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവാണ്. ഇപ്പോൾ എന്തായാലും അതിനടുത്തേക്ക് പോയിട്ട് പെട്ടെന്ന് അതിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് കഴിയത്തില്ല. കാരണം അത് അത്രയും അപകടകാരിയാണ്. അതുമല്ല അത് അത്രയും ദേഷ്യത്തിലാണ് ചുറ്റി നടക്കുന്നത്. അതുകൊണ്ട് ഒരു പ്ലാനിലൂടെ മാത്രമേ അതിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ലിക്വിഡ് നൈട്രജൻ ഇവിടെ ഒരിടത്ത് സ്റ്റോർ ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ അവിടേക്ക് ചെന്നിട്ട് ആ ഒരു മോൺസ്റ്ററിനെ അവിടേക്ക് വരുത്തി അത് പൊട്ടിച്ച് വിട്ട് കഴിഞ്ഞാൽ ആ ഒരു മോൺസ്റ്റർ പെട്ടെന്ന് അവിടെ ഫ്രീസ് ആയിട്ട് നിൽക്കും. ആ ഒരു സമയത്ത് അതിൻ്റെ തലയിൽ നിന്ന് നമുക്ക് ആ ഒരു ഫ്ലൂയിഡും എടുക്കാം. അതേപോലെ തന്നെ എൻ്റെ കയ്യിലുള്ള ഈ ഒരു മരുന്ന് കൊണ്ട് അതിനെ കൊല്ലുകയും ചെയ്യാം. അങ്ങനെ ഇത് നല്ല ഐഡിയ ആണെന്ന് മനസ്സിലാക്കി നമ്മുടെ ഹീറോയിനും നേരെ ആ ഒരു ലിക്വിഡ് നൈട്രജനുള്ള ആ ഒരു ഭാഗത്തേക്ക് പോവാണ്. പോകുന്ന വഴിക്ക് തന്നെ ആ ഒരു മോൺസ്റ്ററിനെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള പല കെണികളും ഇവർ വെച്ചിട്ടുണ്ട്. അവിടെയുള്ള വാൽവും മറ്റു കാര്യങ്ങളെല്ലാം ഓപ്പൺ ചെയ്ത് വിടുന്നു. അതേപോലെ തന്നെ ആ ഒരു നൈട്രജൻ അതെല്ലാം ലീക്കാക്കി വിടുന്നതും ഒരുപാട് നൈട്രജൻ വെളിയിലേക്ക് വരുന്ന സമയത്ത് ഇവർ ആ ഒരു റൂമിൽ നിന്ന് വെളിയിലേക്ക് പോകുമ്പോൾ അതേ സമയം തന്നെ ആ ഒരു സ്ഥലത്തേക്ക് ആ ഒരു മോൺസ്റ്ററും വരുന്നു. അത് പൂർണ്ണമായിട്ട് ആ ഒരു മുറിയിലേക്ക് വരുന്നതും ഈ നൈട്രജൻ മൊത്തമായിട്ട് ലീക്കായിട്ട് ആ ഒരു റൂമിൻ്റെ ടെമ്പറേച്ചർ പെട്ടെന്ന് കുറഞ്ഞ് അത് ഇപ്പോൾ ഫ്രീസ് ആയിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ആ ഒരു മോൺസ്റ്റർ അവിടെ ഫ്രീസ് ആവുന്നതും ഇവർ രണ്ടുപേരും ഓടി ചെയ്തിട്ട് അതിൻ്റെ തലയിൽ നിന്നും ആ ഒരു ഫ്ലൂയിഡ് ഉണ്ടല്ലോ അതങ്ങനെ എടുത്ത് നേരെ ആ ഒരു വില്ലൻ്റെ അടുത്തേക്ക് കൊണ്ടുകൊടുക്കാണ്. പക്ഷെ വില്ലൻ ഇവരോട് ചെയ്യുന്ന ഒരു ചതി എന്താണെന്ന് വെച്ചാൽ ഹീറോയിൻ്റെ മകൻ്റെ ദേഹത്ത് ഒരു ടൈം ബോംബ് സെറ്റ് ചെയ്ത് ഇവരുടെ അടുത്തേക്ക് വിട്ടുകൊടുക്കുന്നു. അതേസമയം ഈ ഒരു മോൺസ്റ്ററിൻ്റെ ആ ഒരു റൂമിൽ കാണിക്കുമ്പോൾ അവിടെയുള്ള ടെമ്പറേച്ചർ ഇപ്പോൾ നോർമൽ അവസ്ഥയിലേക്ക് വരികയാണ്. എന്താണെന്ന് വെച്ചാൽ ആ ഒരു മോൺസ്റ്റർ പതിയെ ആ ഒരു ഫ്രീസ് ആയതിൽ നിന്നും മാറി വരുന്നു. എന്നിട്ട് ഇത്തവണ ആ ഒരു മോൺസ്റ്ററിന് ദേഷ്യം കുറച്ചുകൂടി കൂടിയിട്ട് പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാനായിട്ട് നേരെ ചെല്ലുന്നതോ ഇത്രയും കഷ്ടപ്പെട്ട് പ്ലാൻ എല്ലാം ചെയ്ത നമ്മുടെ വില്ലന്റെ മുന്നിലേക്ക്. എന്നിട്ട് വില്ലനെ പിടിച്ച് അവനെ കൊടൂരമായിട്ട് അവിടെ വെച്ച് തന്നെ കൊല്ലുകയും ചെയ്യാണ്. അതേസമയം ഇവരാണെങ്കിലോ ഹീറോയിന്റെ മകന്റെ ദേഹത്തുള്ള ആ ഒരു ബോംബ് എങ്ങനെയെങ്കിലും വലിച്ചൂരിയിട്ട് ആ ബോംബ് എടുത്ത് മോൺസ്റ്റർ ഇരിക്കുന്ന ആ ഒരു റൂമിലേക്ക് ഒരു ഒറ്റയേറ് പെട്ടെന്ന് അതങ്ങ് പൊട്ടിത്തെറിക്കുന്നതും ഈ ഒരു മോൺസ്റ്ററിന് ചെറിയ രീതിയിലേ ഡാമേജ് സംഭവിക്കുന്നുള്ളൂ. പക്ഷേ ആ ഒരു കപ്പലിന്റെ ഒരു ഭാഗം തകർന്നിട്ട് ഉള്ളിലേക്ക് ഇപ്പോൾ വെള്ളം കയറാൻ തുടങ്ങാണ്. അങ്ങനെ ഇവരെല്ലാവരും രക്ഷപ്പെടാന്ന് പറഞ്ഞിട്ട് ഓടി മുകളിലേക്ക് പോവാണ്. മുകളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ രക്ഷപ്പെട്ട ഒരുപാട് പേരുണ്ട്. ഇവരെ പോലെ തന്നെ എല്ലാവരെയും കൂടി ചേർന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ നടക്കുന്നില്ല. കാരണം ഈ ഒരു കപ്പലിലേക്ക് വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഒരു കപ്പൽ ഇപ്പോൾ വലിയൊരു പാറയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അങ്ങനെ ഇടിച്ചത് കൊണ്ട് തന്നെ ഈ ഒരു കപ്പൽ ഒരു വശത്തേക്ക് ഇങ്ങനെ ചരിയാൻ തുടങ്ങും. അതുമല്ല എല്ലാവരും തൂങ്ങിപ്പിടിച്ചെല്ലാം കിടക്കുന്ന സമയത്ത് ഇതും കൂടാതെ ആ ഒരു മോൺസ്റ്ററും കൂടി ഇതിന് മുകളിലേക്ക് കയറി വരികയാണ്. ഇപ്പോൾ അതിനെ കാണിക്കുമ്പോൾ അത് കുറച്ചുകൂടി ദേഷ്യമായി. അതുമല്ല ഇത് ഓരോ നിമിഷത്തിലും വളർന്നുകൊണ്ടിരിക്കല്ലേ. ഇപ്പോൾ അത് ആ ഒരു കപ്പലിനോളം വലുതായിട്ട് ഇവരുടെ മുന്നിൽ അങ്ങനെ വന്ന് നിൽക്കുന്നതും എന്നിട്ട് രക്ഷപ്പെട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നവരെല്ലാം അത് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അത്രയും വലിയ നീരാളി കൈകളല്ലേ, അത് വെച്ചിട്ട് ഓരോരുത്തരായിട്ട് പിടിച്ചിങ്ങനെ കൊല്ലുകയാണ്. ഇത് കാണുന്നത് നമ്മുടെ ഹീറോയുടെ കൂടെയുള്ള ആ ഒരു ലീഡുണ്ടല്ലോ, വാള് കയ്യിൽ വെച്ചിട്ടുള്ള. ഇനി എന്ത് വന്നാലും കുഴപ്പമില്ല, ഇതിനെ കൊല്ലാതെ വെറുതെ വിടത്തില്ല എന്നും പറഞ്ഞ് അങ്ങനെ ഓടി വന്ന് ആ ഒരു വാളും കൊണ്ട് ചാടി അതിൻ്റെ കണ്ണിലേക്ക് ഒരു ഒറ്റ കുത്ത്. അപ്പോൾ ഈ ഒരു മോൺസ്റ്ററിന് വേദന സഹിക്കാൻ കഴിയാതെ ആ ഒരു കപ്പൽ വിട്ട് നേരെ താഴേക്ക് പോവാണ്. പക്ഷെ ആ ഒരു പെണ്ണുണ്ടല്ലോ അവളും വെള്ളത്തിലേക്ക് വന്ന് വീഴുന്നു. അതേസമയം കപ്പൽ ഇപ്പോൾ നോർമലായിട്ടുള്ള ആ ഒരു അവസ്ഥയിലേക്ക് വരുന്നതും ഇപ്പോൾ ഇവർക്ക് രക്ഷപ്പെടാനായിട്ട് കുറച്ചുകൂടി സമയം കിട്ടി. ഓക്കെ, രക്ഷപ്പെടാമെന്നും പറഞ്ഞിട്ട് എല്ലാവരും വീണ്ടും എഴുന്നേറ്റ് ഇങ്ങനെ ഓടാൻ തുടങ്ങുമ്പോൾ അത് വീണ്ടും വെള്ളത്തിനടിയിൽ നിന്ന് മുകളിലേക്ക് വരുന്നു. ഇത്തവണ ആ ഒരു കപ്പൽ കുറച്ചുകൂടി ദേഷ്യത്തിൽ വന്നിട്ടാണ് പിടിക്കുന്നത്. അപ്പോൾ അത് വീണ്ടും പഴയ രൂപത്തിൽ ഒരു സൈഡ് കൊണ്ട് ഇങ്ങനെ പൊങ്ങി വരികയാണ്. കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ അവളുടെ മകൻ എല്ലാവരും കമ്പിയിൽ പിടിച്ചിങ്ങനെ തൂങ്ങിക്കിടക്കാണ്. കൈ വിട്ട് കഴിഞ്ഞാൽ 3 പേരും മരിക്കും. അപ്പോഴാണ് ഹീറോയിൻ ആലോചിക്കുന്നത് ഇതെല്ലാം ഇങ്ങനെ ആവാൻ ഒരു വിധത്തിൽ അവളും കാരണമാണ്. അവളും കൂടി ഇതിന് സമ്മതിച്ചത് കൊണ്ടല്ലേ ഇത്രയും വലിയ കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചത്. അതുകൊണ്ട് അവളുടെ കയ്യിൽ ഇതിനെ കൊല്ലാനായിട്ടുള്ള ആ ഒരു മരുന്നുണ്ട്. അത് വെച്ച് അതിൻ്റെ ദേഹത്തേക്ക് കുത്തിക്കഴിഞ്ഞാൽ ആ ഒരു മോൺസ്റ്റർ എന്തായാലും ഇല്ലാതാവും.
അപ്പോൾ ഇത് കണ്ട ഹീറോയ്ക്ക് മനസ്സിലായി അവള് എന്തോ ഒരു കാര്യം ചെയ്യാൻ പോകുന്നെന്ന്. അപ്പോൾ അവൻ പറയുന്നുണ്ട് വേണ്ട വേണ്ട എന്ന് പറയുമ്പോൾ ഹീറോയിൻ തൻ്റെ മകനെ ഒരു കിസ് ചെയ്തിട്ട് നിന്നെനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്നും പറഞ്ഞ് പെട്ടെന്ന് അതിന് മുകളിൽ നിന്ന് താഴേക്കെടുത്തൊരു ഒറ്റ ചാട്ടം. ഇതേ സമയം ആ ഒരു മോൺസ്റ്റർ താഴെ നിന്നും വായി തുറന്ന് ഹീറോയിനെ കടിക്കാനായിട്ട് വരുന്നതും ഇത് തന്നെയാണ് നമ്മുടെ ഹീറോയിന് ആവശ്യം. ഹീറോയിൻ നേരെ അതിൻ്റെ വായ്ക്കുള്ളിലേക്ക് ചെന്ന് അതിൻ്റെ ഹൃദയം ഉണ്ടല്ലോ അതിലേക്ക് ആ ഒരു മരുന്ന് കുത്തി അങ്ങ് ഇറക്കുന്നതും അത്രയേ ഉള്ളൂ. ആ ഒരു മോൺസ്റ്ററിന് ഇനിയിപ്പോൾ ജീവിച്ചിരിക്കാൻ കഴിയത്തില്ല. അതും പെട്ടെന്ന് പിടച്ച് നേരെ വെള്ളത്തിലേക്ക് വന്ന് വീണ് അടിയിലേക്ക് ഇനെ പോവാണ്. ഹീറോയിൻ ആണെങ്കിൽ അതിന് വയറിനുള്ളിൽ പെട്ടുപോയി. അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഹീറോയും അവൻ്റെ മകനും മാത്രം രക്ഷപ്പെട്ടു. അവർ രണ്ടുപേരും ഒരു കടൽക്കരയിൽ ഇരിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. പിന്നെ ആ ഒരു വെള്ളത്തിലേക്ക് വീണ അതിൻ്റെ കണ്ണിൽ വെച്ച് കുത്തിക്കൊടുത്ത ആ ഒരു പെണ്ണില്ലേ അവൾ രക്ഷപ്പെട്ടു കേട്ടോ. അവസാനമായിട്ട് കാണിക്കുമ്പോൾ അവളും ഒരു കടൽക്കരയിലേക്ക് കയറുന്നത് പോലെ ഇങ്ങനെ കാണിക്കുകയാണ്. അതോടെ ഈ ഒരു മൂവിയും അവസാനിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള ഫാൻറ്റസി മൂവീസുകൾ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മുടെ വീട്ടിലുള്ള കൊച്ചു കൂട്ടുകാർക്കെല്ലാം കാണിച്ചു കൊടുക്കാം. ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അതുകൊണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു മൂവി ആയിട്ട് വരാം. അതുവരെയും ബൈ.